ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ബ്രേക്കപ്പിലൂടെ ഡിവോഴ്സിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവർക്ക് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. പലപ്പോഴും ഇങ്ങനെ ഒരു സെപ്പറേഷന് ശേഷം നമുക്ക് ആ പാർട്ട്ണറിലേക്ക് തന്നെ അല്ലെ ആ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു അതിയായ ആഗ്രഹം തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്, എങ്ങനെ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന വിഷയം. പലപ്പോഴും ഈ ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും അല്ലേ. വളരെയധികം നമ്മൾ സഫർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ഉണ്ടായിരിക്കാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചാണ് പലപ്പോഴും ഒരു സെപ്പറേഷനിലേക്കോ ഡിവോഴ്സിലേക്കോ ബ്രേക്കപ്പിലേക്കോ ഒക്കെ നമ്മൾ കടക്കുന്നത്. എന്നാൽ അതിനുശേഷവും എന്തുകൊണ്ടാണ് നമുക്ക് ആ വ്യക്തിയിലേക്ക് തിരിച്ചു പോകാനുള്ള കാരണങ്ങൾ തിരയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് എന്തുകൊണ്ടായിരിക്കാം? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് വളരെയധികം സ്നേഹമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ റെഡ് ഫ്ലാഗ്സ് മാത്രമല്ല ഒരുപാട് സന്തോഷം തരുന്ന മൊമെന്റ്സും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും സന്തോഷമുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഓരോരുത്തരും അതിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് മാറുന്നത്. പക്ഷെ നമ്മൾ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യും. നമുക്ക് ആ വ്യക്തി ഇല്ലാണ്ടാവുന്ന സമയത്ത്, നമ്മുടെ ലൈഫിൽ ആ വ്യക്തി ഇല്ലാണ്ടാവുന്ന സമയത്ത് ഒരു ലോൺലിനെസ്, ഒരു എംപ്റ്റിനെസ് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ആ ലോൺലിനെസ്സും എംപ്റ്റിനെസ്സും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് പിന്നെയും ആ ബന്ധത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരാഗ്രഹം, അതിയായ ആഗ്രഹം നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും? ബിക്കോസ് വീണ്ടും ആ ബന്ധത്തിലേക്ക് തിരിച്ചു പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ വരുന്നത്, ആ ബന്ധത്തിൽ വീണ്ടും തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്തകൾ പലപ്പോഴും ഹീലിംഗ് പ്രോസസ്സ് ഡിലേ ആക്കാനും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുമുള്ള കാരണം ആകാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന 4 കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്ന്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ടൈം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും നമ്മളൊരു റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ പലപ്പോഴും നമ്മൾ ടൈം കുറച്ചായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ ഒരുപാട് ടൈമും എനർജിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ വ്യക്തി പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ തോന്നൽ കുറയ്ക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ കൂടുതൽ നേരം സംസാരിക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ കൂടെ പുറത്ത് പോകുന്നത്, സിനിമയ്ക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ യാത്രകൾ പോകുന്നത് ഒക്കെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് തിങ് you have to do is spend more time with your family members and friends എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമ്മൾ എപ്പോഴും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നല്ല മൊമെന്റ്സ് മാത്രമാണ്. പക്ഷെ സെപ്പറേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ബാഡ് മൊമെന്റ്സും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും റെഡ് ഫ്ലാഗ്സും ഒക്കെ ആയിരിക്കും മനസ്സിലൂടെ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ ആഫ്റ്റർ ദാറ്റ് പ്രോസസ് പലപ്പോഴും നമ്മൾ ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന നല്ല മൊമെന്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രം ചിന്തിക്കാതെ, നല്ല മൊമെന്റ്സ് മാത്രമാണെങ്കിൽ ഒരാളും സെപ്പറേഷനിലേക്ക് പോവില്ല അല്ലെ. അപ്പോൾ അത് മാത്രം ചിന്തിക്കാതെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും എന്തൊക്കെയായിരുന്നു റെഡ് ഫ്ലാഗ്സ് എന്നുള്ളതും ചിന്തിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും. അതായത് ഇനി ആ ബന്ധം എന്തായാലും വർക്ക്ഔട്ട് ആവില്ല, അല്ലെ അങ്ങനത്തെ ഒരു ചിന്തകൾ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കില്ല എന്നുള്ളത് നമുക്ക് കൂടുതൽ ക്ലിയർ ആക്കാനായിട്ട് സഹായിക്കും. അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, പക്ഷെ ഡോണ്ട് ഗീവ് അപ്പ്, യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം, പലപ്പോഴും കാണുന്ന ഒരു കാര്യം, ഒരു ബന്ധത്തിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ മറക്കാനായിട്ട് ഉടനെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ മറക്കാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം തേടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരാളുടെ സഹായം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട്സിന്റെയോ ഫാമിലിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെയോ സഹായം തേടരുത് എന്നല്ല. മറ്റൊരാളുടെ അടുത്ത് നമ്മൾ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ്.
എന്നാൽ ഒരാളെ മറക്കാൻ വേണ്ടി മറ്റൊരാളുടെ പെട്ടെന്നൊരു റിലേഷനിലേക്ക് എടുത്തു ചാടി പോകുന്നത്, ആ റിലേഷൻഷിപ്പ്, അങ്ങനെ പോകുന്ന റിലേഷൻഷിപ്പ് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പ് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കുകയും ഈ ഒരു ബന്ധത്തിൽ നിന്ന് റിക്കവർ ആവാനായിട്ട്, ഈ ഒരു ട്രോമയിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു സമയം എടുക്കുകയും ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ പ്രോപ്പർലി ഹീലായി എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ചിന്താഗതികളുമായി യോജിച്ച് പോകുന്ന, നിങ്ങളുടെ വ്യൂ പോയിന്റ്സുമായിട്ട് യോജിച്ച് പോകുന്ന, നിങ്ങൾക്കൊക്കെ ഈ വ്യക്തിയുടെ കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എടുത്തു ചാടി ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നാലാമത്തത്, ലവ് യുവർ സെൽഫ്. സെൽഫ് ലവ് എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്. എന്നാൽ പോലും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരാളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും കരുതലും കെയറും ഒക്കെ തന്നെ നമ്മൾ നമ്മളോടും കാണിക്കാൻ ശ്രമിക്കലാണ് സെൽഫ് ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മളോട് സ്നേഹം കാണിക്കുക, നമ്മളോട് തന്നെ കെയർ കാണിക്കുക, നമ്മൾ നമ്മുടെ തന്നെ തെറ്റുകൾ ഉണ്ടെങ്കിൽ പുറത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ സ്നേഹവും കെയറും കരുതലും ഒക്കെ കാണിക്കുന്നതിനെയാണ് സെൽഫ് ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വ്യായാമവും ബാലൻസ്ഡ് ഡയറ്റും പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ഒക്കെയുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. അഡിക്ഷൻസിൽ നിന്ന് പിന്നോട്ട് മാറാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. ഒരിക്കലും അഡിക്ഷൻസിലേക്ക് പോകരുത്. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ ഡിവോഴ്സോ സെപ്പറേറ്റഡോ ഒക്കെ ആവുമ്പോൾ അതിൽ നിന്ന് ഓർമ്മകൾ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട്, റിയാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊക്കെ ഉള്ള ഒരു കുറുക്കു വഴിയായിട്ട് പലരും അഡിക്ഷൻസിലേക്ക് പോകാറുണ്ട്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അതൊരിക്കലും നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിക്കില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയേ ഉള്ളൂ എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ 4 കാര്യങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ടും പെട്ടെന്ന് തന്നെ റിക്കവറി പോസിബിൾ ആക്കാനായിട്ടും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും.